ഇന്നൊരു സിമ്പിളായിട്ടുള്ള എഗ് റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. മുട്ട റെസിപ്പീസ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മുട്ട ഫ്രൈ, എഗ് ഫ്രൈ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഞാനതിന് മുട്ട മെഴുക്ക് പുരട്ടി എന്നും പറയാറുണ്ട്. കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. മുട്ടയൊക്കെ ഞാൻ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങുന്നതിന് മുൻപ് അത് നന്നായിട്ട് കഴുകുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ട പുഴുങ്ങിയെടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മുട്ട കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടും. അടച്ചു വെച്ചാൽ വേഗം വെള്ളം തിളച്ച് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഇടിച്ചെടുക്കണം. വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. മുട്ട അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മൾ തിളപ്പിക്കുന്നത് മുട്ട പൊളിക്കാൻ എളുപ്പമാണെന്ന് ആരോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതിൻ്റെ പുറകിലത്തെ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ, ചോദിക്കരുതേ. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്നിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും മതി ഇതിൻ്റെ മസാല. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. പൊളിച്ചെടുക്കുന്ന മുട്ട നമുക്ക് ആ മസാലയിലേക്ക് ഇടണം. കട്ടിയുള്ള ബേസുള്ളൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ ആ മസാല പരട്ടി വെച്ചിരിക്കുന്ന മുട്ട, ഇത് തീ വളരെ കുറച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇങ്ങനെ പെതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇത് 4 മണിക്കൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുക്കാനും നല്ലതാണ്. ഇതിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാലയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്, അത്രയും മതി. അത് ഞാൻ ഓഫ് ചെയ്തിട്ട് മുട്ടയും എടുക്കാം. ഇതൊന്ന് തണുക്കട്ടെ. ഇതൊന്ന് നമുക്ക് ഹാഫായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിവിടെ ഇരിക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഒരു സവാള, കാരണം ഇതൊരു 4 മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സർക്കിളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇതൊന്ന് വിടർത്തിയെടുക്കണം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ്. ആ വറുത്ത എണ്ണയ്ക്കകത്ത് മസാലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതേലും കുറച്ച് മസാലയൊക്കെ ആയിക്കോളൂ. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. ഉള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലിടാം, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരുപാട് ഡിഫറെൻറ്റ് എഗ് റെസിപ്പീസ് തന്നെ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയമുള്ളവരും സമയമുള്ളപ്പം ഒന്ന് കണ്ടു നോക്കണം. ഇതിനകത്തേക്ക് കറിവേപ്പില പച്ചയായിട്ട് തന്നെ കിടന്നോട്ടെ, ഒരുപാട് മൂപ്പിക്കണ്ട. ഇത്രയും മതി. ഞാനപ്പോൾ ഇതും തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങെടുക്കാം. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് വെച്ചതിന് ശേഷം ആ മുട്ട ഒന്ന് ഹാഫാക്കി എടുക്കണം. മുട്ട ഹാഫാക്കുന്ന ഉടനെ നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്യുന്ന നൈഫാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പം പൊടിഞ്ഞു പോകും. ഈ ഭാഗത്തോട് നമുക്ക് മസാല പുരട്ടാനായിട്ടാണ്. നല്ല ടേസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഞാൻ മുട്ട മെഴുക്ക് പുരട്ടി എന്നും പറയാറുണ്ടെന്നുള്ളത്. കാര്യം എല്ലാ സൈഡും വറുത്തെടുക്കുന്നതുകൊണ്ട്. അകത്തൂടെ മസാല പുരട്ടിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഇവിടെ കൂടെ നമുക്കിനി ഈ ഭാഗത്തൂടെ അല്പം മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ആ എണ്ണയ്ക്കകത്തേക്ക് വെച്ച് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് മസാല വേണ്ട. ഇനി നമുക്കിത് ശ്രദ്ധിച്ച് ഓരോന്നായിട്ട് ചെറിയ തീയിലൊന്ന് ചെയ്തെടുക്കാം. ഈ സൈഡിലൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുട്ട ഫ്രൈ റെഡിയാണ്. കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ വേണമെങ്കിലിടാം. തീ ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ മുട്ട ഫ്രൈ റെഡിയാണ്. അത് ഇളകാതെ ഇനി ഓരോന്നിങ്ങി എടുത്താൽ മതി. ഇതേ കണ്ടോ, അങ്ങനെ നല്ല മസാലയുമായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. 10 മിനിറ്റ് പോലും വേണ്ട. ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഫ്രൈ 10 മിനിറ്റ് പോലും വേണ്ട. ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. പൂരിക്കുമൊക്കെ നല്ലതാണ്. ഉള്ളി കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ഇതിനും എല്ലാം നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.